നിനക്ക് മതിയായില്ലല്ലേ? ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലല്ലേ? ഞാൻ ഒരിക്കലും ഇത് കേൾക്കില്ല. എന്നെ കൊല്ല്, നിങ്ങൾക്ക് സന്തോഷാവട്ടെ. എന്താണ് നിനക്ക്? ദുഷ്ടനാ നിങ്ങള്. എല്ലാരും കരഞ്ഞു കാണുന്നതാ നിങ്ങൾക്ക് ഇഷ്ടം. ഈ മൃഗത്തെയാണല്ലോ എന്റെ അമ്മ ഇത്രയും കാലം ഈശ്വരനെ പോലെ ഞാൻ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നേ. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ആശിച്ചു പോവാ. നന്മയ്ക്ക് വേണ്ടി തുടരുത് തന്നെ. ഇത്രയും കാലം ഞാൻ അങ്ങനെ വിശ്വസിച്ചേ. ഇനിയില്ല, ഉറപ്പാ എനിക്ക്. നിങ്ങളെ ഇത്രയും നാളും നാഴിക്ക് 40 വട്ടം വാ തോരാതെ കുഞ്ഞേട്ടെന്ന് വിളിച്ചല്ലേ? ആ എന്നോട് തന്നെ ഉറപ്പാ എനിക്ക്. എന്താടി പറഞ്ഞേ? മാപ്പ് പറടി. അറിയാതെ പറഞ്ഞു പോയതാന്ന് ഏട്ടനോട് മാപ്പ് പറടി. വേണ്ട മോനെ, എന്റെ മോളല്ലേ, പോയി വിളിക്ക്. അവനോട് പോകണ്ടെന്ന് പറയും. ഏട്ടൻ പോരെന്ന് പറയും. പോയി വിളിക്കടി. അമ്മക്ക് ഇനി മതിയായില്ലേ? ഇത്രയും നാളും കണ്ണൂര് കുടിപ്പിച്ചിട്ട് മതിയായില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും അയാൾ നിങ്ങൾ അമ്മയെന്നൊന്ന് വിളിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല മോളെ. വേണ്ട, എനിക്കൊന്നും അറിയണ്ട. പക്ഷെ ഇനി എന്നെ നിർബന്ധിച്ച ചത്തുകളെ ഞാൻ സത്യമായിട്ട് ചത്തുകളെ. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്കറിയായിരുന്നു വരുമെന്ന്. നീയും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി നിന്റെ ഊഴ താണ്ഡവാടാൻ ശേഖരൻകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ആടി തീർക്ക്. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. ഇനി ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ലേ ഈശ്വരന്മാരെ എന്ന് പ്രാർത്ഥിച്ചതാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ആർക്കു വേണ്ടിയായിരുന്നു? മീനാക്ഷി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്തിനാ അവനെ ഇങ്ങനെ മോഹിപ്പിച്ച്? പാവമല്ലായിരുന്നു എന്റെ കുട്ടൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വയറ്റിലുണ്ടായ ഒരു പെണ്ണിനെ ഞാൻ അവന്റെ തല കെട്ടിവെക്കണോ? എന്തായി പറയണേ? വിശ്വാസമാവണില്ലല്ലേ? വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സത്യ, ഇവിടെ വന്ന താറാവുകാരൻ ചക്കനില്ലേ, അവനീന്ന് എല്ലാവരുടെ മുമ്പിലും ശേഖരൻകുട്ടി ഇപ്പൊ ദുഷ്ടനാ, നെറുകെട്ടോനാ. പക്ഷെ ശേഖരൻകുട്ടി എന്താ ഇങ്ങനെ ആയിന്ന് ആരും ചോദിച്ചിട്ടില്ല. നീ പോലും. ഓർമ്മിച്ചു വെക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലായിരുന്നു ബാല്യമായിരുന്നു എൻ്റെത്. അച്ഛനെ പറ്റി നിഴല് പോലും ഓർമ്മയെ എനിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് പറ്റി തെറ്റ്. അതാ എൻ്റെ പെങ്ങള് മീനാക്ഷി. ഒരു കൊയ്ത്ത് കാലത്ത് നാട്ടിൽ വന്ന താറാവുകാരൻ. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ ഈ നാട്ടിലേക്ക്. പക്ഷേ അവസാനം അയാൾ ഇവിടെയും വന്നു. പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് മീനാക്ഷിയോട് ചോദിച്ചില്ലേ, അതവളുടെ അച്ഛനാ. അയാൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷേ അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് മകളും ആവർത്തിച്ചു. എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരിക്കൽ ഇനി ഞാൻ എങ്ങോട്ട് പോണം? നീ പറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടല്ലേ? ഒരു നെരിപ്പോട് നെഞ്ചി കയറ്റി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാൻ ഇനി എങ്ങോട്ട് പോണം? ആ ദിവ്യ ഗർഭമായിട്ട് ഞാൻ ഇനി എങ്ങോട്ട് പോണം? ഈശ്വര, ഇത്രയ്ക്കൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒക്കെ ശരിയാവും.
എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നാളെ പറയാ, നിങ്ങള് വെറുതെ പറയാ. ഇനിയും വിശ്വാസം ആവണില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് എന്നെ ചോദിക്കേ. ഞാനീ കേട്ടതൊക്കെ സത്യാണോ? പറയാൻ. അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. രാധേച്ചൊക്കെ പറഞ്ഞു. ഏട്ടന്റെ മീനാക്ഷിയല്ലേ, അറിയാതെ പറഞ്ഞതാ. പുറത്തൂടെ മാപ്പാക്കിക്കൂടെ? എന്റെ കുഞ്ഞേട്ടനല്ലേ. എന്തിനാ എന്റെ മോളെ ഏട്ടൻ ഇങ്ങനെ ധനിപ്പിച്ച്? ഏട്ടനൊക്കെ മറന്നു. എന്റെ കുട്ടിയുടെ കണ്ണു നിറയണത് ഏട്ടന് സഹിക്കൂല. ഏട്ടൻ പോയി വിളിക്കാം. ഏട്ടൻ കൊണ്ടുവരാവനെ. ഏട്ടൻ കൊണ്ടുവരാം.